ഫാൻറ്റസി എലിമെന്റ്സ് ഒരു ഭയങ്കര നന്നായിട്ടുണ്ട്. ഹാരി പോട്ടറിൽ നമ്മൾ കണ്ട ആ ലെവൽ ഓഫ്, അതായത് അത്രയും ക്വാളിറ്റി നിങ്ങൾ VFX കൊണ്ടുവന്നു. അത് നമ്മളൊരു മലയാളം പടത്തിൽ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് താമസിക്കുന്നത്. ഞാൻ ഇന്ന് കാർ പാർക്ക് ചെയ്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഹലോ മമ്മി എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞപ്പോൾ 3 പിള്ളേരാ. എനിക്ക് സന്തോഷം. ഇതൊന്നും നമ്മൾ കാശ് കൊടുത്ത് ചെയ്യുന്നില്ല കേട്ടോ, ഇതെല്ലാം ഓർഗാനിക്. അതാണ് എല്ലാം സന്തോഷം. ആക്ച്വൽ ഫുട്ടേജിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തിപ്പോ കാണിച്ചാൽ റീഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചിരിയാണ് ഐശ്വര്യയുടെ പ്രത്യേകത. എന്തൊക്കെ ജാട വേണമെങ്കിൽ കാണിക്കാം. പുറത്ത് കാരവാൻ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം, നിങ്ങൾ ഷോർട്ട് ആകുമ്പോൾ വിളിക്കുമെന്ന് പറയാം. ഒരു മേശ ഇവിടെ സൈഡിലുണ്ട്, പുള്ളി അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കിടന്ന് ഉറക്കമല്ല, ചെറിയ മയക്കം, ആ ഒരു പരിപാടിയാണ്. പുള്ളിക്ക് ഒരു ചാമുണ്ട്, ഒരു എക്സ്ട്രാ ചാമുണ്ട്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ നോർമൽ ആക്ടർ ആൻഡ് എ സ്റ്റാർ. ഷറഫുദ്ദീൻ ഷൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഭയങ്കര സന്തോഷം. ആ മനുഷ്യന് ആകപ്പാടെ ഉണ്ടായിരുന്ന ആഗ്രഹം അത്. എൻ്റെ ലൈഫിൽ ഒരിക്കലെങ്കിലും എടാ നീ ഓക്കെയാണ്, നീ സെറ്റാണ്, നീ ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്നൊന്ന് മൊത്തത്തിലൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒരിക്കലെങ്കിലും ഒന്ന് ജയിക്കണം. ഐശ്വര്യ ലക്ഷ്മിയാണ് റിപ്പോർട്ടിൽ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഐശ്വര്യ, ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനേതാക്കൾ പല റേഞ്ച് ഓഫ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ഇതിന് പല ആക്ടേഴ്സും പല ടൂളുകൾ ഉപയോഗിച്ച് അതിനെ കൺവേ ചെയ്യാറുണ്ട് സ്ക്രീനിലേക്ക്. ഇപ്പം ഫഹദിനെ പോലുള്ള അല്ലെങ്കിൽ ആസിഫിനെ പോലുള്ള ആക്ടേഴ്സ് അവരുടെ കണ്ണുകൾ ഉപയോഗിച്ച് പല റേഞ്ച് ഓഫ് ഇമോഷൻസിൽ കൺവേ ചെയ്യുന്നു. ഇപ്പോൾ റൊഷാക്കിൽ ആസിഫിൻ്റെ കണ്ണുകൾ ആൾക്കാർ തിരിച്ചറിഞ്ഞു, അത്രയ്ക്ക് വലിയ രീതിയിൽ അത് രജിസ്റ്റർ ആകപ്പെട്ടു. അപ്പോൾ ഐശ്വര്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചിരിയാണ് ഐശ്വര്യയുടെ പ്രത്യേകത. അപ്പോൾ ഈ ചിരി പോലെ ക്യാരക്ടേഴ്സിനെ കൂടുതൽ ലൈക്കബിൾ ആക്കാൻ ഈ ചിരി സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഹലോ മമ്മി ആണെങ്കിലും ഹലോ മമ്മിയിലെ സ്റ്റെഫിയിലെ ചില നോട്ടങ്ങളും ചില ചിരികളൊക്കെ ഈ ക്യാരക്ടറിനെ കുറച്ചുകൂടെ പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? തൻ്റെ ഈ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യാറുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇത് വലിയൊരു കോംപ്ലിമെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിലും വേറൊരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് പറയുമ്പോഴാണ് ആസ് ആൻ ആക്ടർ സന്തോഷം വരിക. ഞാൻ ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ ശ്രദ്ധിക്കാറുണ്ട്. ആസിഫിൻ്റെ കെട്ടിയോളാണ് എൻ്റെ മാലാഖയിലെ അവസാനത്തെ സംഭവം. അത് പുള്ളിയുടെ ഫേസിൽ നമുക്ക് എല്ലാം ഗിൽറ്റും നിസ്സഹായതയും സ്നേഹവും അവയർനെസ്സിലായ്മയും ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സീൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീനാണ്. എപ്പോഴും ഞാൻ ആസ് ആൻ ആക്ടർ പുള്ളി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൽ വേറൊരു ആവശ്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സീനാണത് ആസിഫിൻ്റെ. സോ എൻ്റെ കാര്യത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ കുറവുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ആൻഡ് ഐ ഫീൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വേ. അതാവുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹലോ മമ്മിയിൽ എനിക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ആവശ്യമുള്ള ക്യാരക്ടറല്ല. ഒരു അമ്മയുടെ നല്ലൊരു മകളാവുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അമ്മ പറയും എനിക്ക് ഒരുപാട് ദൂരമുണ്ട് ഇനി സഞ്ചരിക്കാമെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ നല്ലൊരു മകളാണ്. ഇപ്പോൾ ഈ ഹലോ മമ്മി മലയാളത്തിലധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു സിനിമയാണ്. ഒരു മിക്സ് ഓഫ് ജോണേഴ്സ് ആണ്. ഇപ്പോൾ ഫാൻറ്റസി ഉണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് പ്രേക്ഷകന് വർക്ക് ആവുന്നതെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് ഇതിൻ്റെ ഫാൻറ്റസി എലമെന്റ് ആയിരിക്കും വർക്ക് ആവുന്നത്, ചിലർക്ക് ഹൊറർ ആയിരിക്കും, ചിലർക്ക് കോമഡി ആയിരിക്കും വർക്ക് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പടം റിലീസ് ചെയ്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞു, ഇതിൻ്റെ ഒരു പോസ്റ്റ് റിലീസ് ചർച്ചകളും അനാലിസിസൊക്കെ നോക്കുമ്പോൾ ഐശ്വര്യലക്ഷ്മിക്ക് എന്താണ് മനസ്സിലാവും, ഇതിൽ ഏതാണ് വർക്ക് ആയതെന്ന്? എനിക്ക് ഫസ്റ്റ് ഡേ മുതൽ വരുന്ന റിവ്യൂസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുക, എൻ്റെ അടുത്ത് ഓണസ്റ്റ് ആയിട്ട് പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരൊക്കെ സിനിമയുടെ ഫസ്റ്റ് ഷോയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മിക്സഡ് റിവ്യൂസ് ആണ്. അതായത് ചിലർക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര വർക്കായി, ചിലർക്ക് ഇമോഷൻസ് വർക്കായി, ചിലർക്ക് ഇതിൻ്റെ ഇടയിൽ ഫാൻറ്റസി എലിമെന്റ്സ് ഭയങ്കര നന്നായിട്ടുണ്ട്. ഹാരി പോട്ടറിൽ നമ്മൾ കണ്ട ആ ലെവൽ ഓഫ്, അതായത് അത്രയും ക്വാളിറ്റി നിങ്ങൾ VFX കൊണ്ടുവന്നു. അത് നമ്മളൊരു മലയാളം പടത്തിൽ എക്സ്പെക്ട് ചെയ്തില്ല. ഇഷ്ടപ്പെടായിക എന്നുള്ള സംഭവം പറയുന്നത് ഓക്കെ, 1-2 പേർക്ക് 1-2 സീൻസ് വർക്കായില്ല എന്നുള്ളത് പറഞ്ഞു. അതല്ലാണ്ട് വർക്ക് ആകുന്നത് പലർക്കും പലതാ. അപ്പൊ ഇതെനിക്ക് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയി. ആൻഡ് ദെൻ ഐ തോട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നതല്ലേ, അത് സാരമില്ല, അത് ഞാനങ്ങ് സഹിച്ചു. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ് ഫോർ ദ മൂവി. കാരണം നമ്മൾ വർക്ക് ചെയ്ത പലതും വി ആർ കേറ്ററിംഗ് ടു മൾട്ടിപ്പിൾ ഓഡിയൻസസ്. കുട്ടികളെ കാണുന്നുണ്ട് ഞാൻ തിയേറ്ററിൽ, ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ എന്നെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് താമസിക്കുന്നത്. ഞാൻ ഇന്ന് കാർ പാർക്ക് ചെയ്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഹലോ മമ്മി എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞപ്പോൾ 3 പിള്ളേരാ. എനിക്ക് സന്തോഷം. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് അവർക്ക് കണക്ട് ആയി. കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് ഹലോ പറയുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ കുഞ്ഞു പിള്ളേർ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് അടിപൊളി എന്നൊക്കെ വിളിച്ചത്. ഞങ്ങൾക്ക് അത് ആക്ച്വലി പ്രമോഷൻസ് ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കത് കറക്റ്റായിട്ട് കിട്ടി.
അവർ വിളിച്ചു പറയുന്നതും ചേട്ടാ സൂപ്പർ സിനിമ എന്നൊക്കെ പറയുന്നത് എന്ത് സന്തോഷമാണ് ഇത് കേൾക്കാൻ. കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുള്ളത് കുട്ടികൾക്ക് കേട്ടർ ചെയ്യുന്ന സിനിമ ഇപ്പൊ മലയാള സിനിമയിൽ ഇല്ല. കുട്ടികൾക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന അവരുടെ ഇൻട്രസ്റ്റുകളെ പീക്ക് ചെയ്യുന്ന അവർ കാണുന്നത് എന്താ കുറച്ച് ഡാർക്ക് ആണ് ഇപ്പോ. ഡാർക്കിന്റെ മാത്രമല്ല അവരുടെ ഇൻട്രസ്റ്റുകളിലോടൊക്കെയല്ല വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോലത്തെ സിനിമ, നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടുകൊണ്ടിരുന്ന പോലത്തെ സംഭവങ്ങൾ ഇപ്പൊ ഇല്ല. അത് മാത്രമല്ല അവർ കാണുന്നതെല്ലാം TV-യിൽ കാണുന്നതെല്ലാം പുറത്തുനിന്നുള്ള കണ്ടന്റാണ്. പുറത്തെ ഭാഷ മാറ്റി ചിലപ്പോൾ മലയാളത്തിലാക്കിയതോ അങ്ങനത്തെ കണ്ടന്റാണ്. ഇത് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ. പക്ഷെ അത് എൻ്റെ തന്നെ സിനിമയിലൂടെ അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഐഡിയ വെച്ചിട്ടൊരു സിനിമ ചെയ്യുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന പല രീതിയിലാണല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുള്ളതെന്ന് ഇന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ഒട്ടും ഡിസ്ട്രാക്റ്റഡ് ആയില്ല എന്ന് പറഞ്ഞാൽ എന്നെയും ഷർഫക്കേനെയും ടാഗ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഒരമ്മ ഇട്ടേക്കുന്നതാണ്. മോള് മടിയിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ശരിക്കും എന്തൊരു അവാർഡ് കിട്ടുന്നതിലും ഏറ്റവും ആ ഒരു വലിയ വാലിഡേഷനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നന്നായിട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ വാലിഡേഷനാണ്. ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും പല എലമെന്റ്സ് ആണല്ലോ ലുക്ക് ചെയ്യുന്നത്. ഐശ്വര്യ ഇത് സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ലുക്ക് ചെയ്തത്? ഹൊറർ ആണോ ഫാന്റസി ആണോ എന്താണ്? എനിക്കിതിൽ ഇമോഷൻസ് ആയിരുന്നു. എനിക്ക് അമ്മ എന്നുള്ള ഇമോഷനാണ് എന്നെ ഹുക്ക് ചെയ്തത്. നമ്മൾ അതിന്റെ നരേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ കണ്ണൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പക്ഷെ എങ്ങനെയാണെന്നറിയോ, ഇതൊരു സാൻഡ്വിച്ച് ആണ്. ഹലോ മമ്മി എന്ന് പറഞ്ഞ സാൻഡ്വിച്ച് ആണ്. ഇതിൽ കോമഡി ഉണ്ട്. മെയിൻ എലിമെന്റ് എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും ഉള്ളിൽ തിൻ സ്ലൈസ് ഓഫ് ചീസ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. പക്ഷെ ആ ഇമോഷനെ നിങ്ങൾ അറിയാത്ത വിധം നമ്മൾ പാക്ക് ചെയ്ത് വിടുകയാണ്. കോമഡി ഉണ്ട്, എന്താണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ആക്ഷൻ ഉണ്ട്, കുറച്ച് ഫാന്റസി ഉണ്ട്, കുറച്ച് സ്ലാപ്സ്റ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന ഒന്നും ഒരു ഡാർക്ക് മോഡിലേക്കൊന്നും യൂഷ്വലി അങ്ങനത്തെ ലോ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ഒന്നുമില്ല. ഫുൾ ബ്രൈറ്റാ, എല്ലാം ബ്രൈറ്റാ, കളർഫുൾ ആണ്. അങ്ങനെ ഒരു സാൻഡ്വിച്ച് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ആൾക്കാർ ചിരിച്ചിട്ട് പോകുമെന്ന് പറയുന്നത്, നല്ലോണം ചിരിച്ചു എന്ന് പറയുന്നത്. ഷർഫക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരാൾ ഇരുന്ന് ചിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ കാശ് കൊടുത്ത് ചെയ്യുന്നില്ല കേട്ടോ, ഇതെല്ലാം ഓർഗാനിക്. അതാണ് എല്ലാം സന്തോഷം. നമ്മള് ഇടയ്ക്കിടയ്ക്ക് മറ്റേ നമ്മുടെ ബുക്ക് മൈ ഷോയിലൊക്കെ മഞ്ഞ് കാണുമ്പോൾ നമ്മള് അലിയ ഹിറ്റാന്നാ തോന്നുന്നേ. ഈ രീതിയിലാണ് പറയുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. ഇപ്പോൾ ഐശ്വര്യ ആദ്യമായിട്ടൊരു ഹ്യൂമർ റോൾ ചെയ്യുന്നു, ഹ്യൂമർ ടച്ചുള്ള റോൾ ചെയ്യുന്നു, ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ സിനിമയിൽ ജഗദീഷ്, ജോണി ആന്റണി, ഞാൻ കണ്ടിരുന്നു. ജഗദീഷ്, ജോണി ആന്റണി, ഷർഫുദ്ദീൻ, ഇവർ 3 പേരും ഈ ഹ്യൂമർ പോർഷൻസിൽ അന്യായ സ്കോറിംഗ് ആണ്. ഇതിൽ എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത്, ജോണി ആന്റണിയും ജഗദീഷേട്ടനും തമ്മിലുള്ള ഒരു കൺഫ്രണ്ടേഷൻ സീൻ ഉണ്ടല്ലോ സെക്കൻഡ് ഹാഫിൽ. ഇവിടെ വളരെ ഒരു കയോസാണ് നടക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു, അങ്ങോട്ട് തിരിക്കുന്നു, ഇതിനിടയ്ക്ക് ഷറഫ് ഒന്ന് വീഴുന്നു, ഈ ഒരു ഹൊറർ എലമെന്റ് വരുന്നു. ഐശ്വര്യ ആണെങ്കിൽ ഇവർ ആരെ പിടിച്ച് മാറ്റണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, വളരെ ഒരു കയോസ് നിറഞ്ഞ ഒരു സീനാണ്. ഇതിന്റെ എൻ്റെ ഒരു കമ്പോസിഷനൊക്കെ എങ്ങനെയായിരുന്നു ആ സീൻ എടുത്തതൊക്കെ? ഇത് ആക്ച്വലി വളരെ കയോട്ടിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ഇവിടെ വച്ച സാധനം കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് സാൻജുവിന്റെ അടുത്ത് ഇങ്ങനെ തിരിഞ്ഞു ചോദിക്കുന്നത്, അതിന് വച്ച സാധനം കാണരുതെന്ന് പുള്ളി പറയുന്നത് പുള്ളിയുടെ വീടല്ലല്ലോ, പിന്നെ ഇങ്ങനെ വച്ച സാധനം വെച്ചെടുത്ത് കാണില്ല എന്ന് പറയുന്നത് ആ ഡയലോഗിന് ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പൊ സാൻജു ഇപ്പൊ ശരിയാക്കി തരാം. ഗംഗമീരയുടെ ക്യാരക്ടർ അപ്പൊ തന്നെ ബോണിയുടെ അമ്മയുടെ ക്യാരക്ടർ പറയാണ് അതിനകത്ത് നിങ്ങളുടെ വീടല്ല മനുഷ്യ. അവിടെ അതൊരു കോമഡി ആയിട്ട് അത് ആഡ് ചെയ്യാണ്. പിന്നെ വെള്ളം ചോദിക്കുന്നുണ്ട്. വെള്ളം ചോദിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ നമ്മൾ മമ്മിയുടെ പ്രസൻസ് കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വെള്ളം ഫ്രിഡ്ജിലുണ്ട്, പക്ഷെ 20 സെക്കൻഡിൽ അടക്കണേ എന്ന് പറയുന്നു. അതായത് മമ്മി ഇനി അവിടെ പോയി ഇടി കൊടുക്കാൻ പാടില്ല, ഇവിടെ ഓൾറെഡി പ്രശ്നം നടക്കാന്നുള്ള പോലെ. ഇത് പക്ഷെ ഇവര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവര് സീൻ ചെയ്യുകയാണോ ഇവർ ആക്ച്വലി അടി ഉണ്ടാക്കുകയാണോ എന്ന് മനസ്സിലാവില്ല. ജോണി ചേട്ടനും ജഗദീഷ് ചേട്ടനും ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ രാത്രിയായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഇത് നല്ല ലേറ്റ് ആയി. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർ ഇത്രയും വർഷമായിട്ട് അഭിനയിക്കുക. വേണമെങ്കിൽ പറയില്ല ഞാൻ ഈ സമയം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യില്ല, ഞാൻ പോവാന്നൊക്കെ പറയാം. ഒന്നുമില്ല, ഇവർ അത്ര ഇൻവോൾവ് ആയിട്ടാണ് നിൽക്കുന്നത്. ചാടിയൊക്കെ നിൽക്കാൻ പറയുക, അതാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവര് ചെയ്യുന്ന ഫ്ലോനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയും നന്നായിട്ടാണ് ആ സീൻ എസ്പെഷ്യലി ഇവരെല്ലാവരും ഉള്ളത് കാരണം നമ്മൾ ചിരിച്ചൊക്കെ ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം നല്ലോണം ചിരിച്ചിട്ടാണ്, പക്ഷെ ഭയങ്കര കയോട്ടിക് ആയിരുന്നു ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ സീൻ ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും
ഇവര് മൂന്നുപേരുമുള്ള ഒരു കൊളാബറേഷനാണ്. ജഗദീഷ് ചേട്ടനും ജോൺ ചേട്ടനും ഷർഫും കൂടിയുള്ള ഒരു കൊളാബറേഷനാണ്. അത് ഇവർ ഇട്ടെടുക്കുന്ന ഈ പുള്ളി ഇങ്ങനെ നിൽക്കും ഇതിന്റെ ഇടയില്. അപ്പൊ തന്നെ പുള്ളി പറയുന്നുണ്ടായിരുന്നു കിഴക്കുതിക്കും പക്ഷി ആ സാധനം ഇടാനായിട്ട്. അപ്പം അവിടെ നിന്ന് വേറെ ഇല്ല, ഇത് ഡബിങ്ങിൽ നോക്കാം, ഇപ്പൊ തൽക്കാലം അത് റിയൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പോട്ടെ. ഇത് എല്ലാവരും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇടും. ചെറിയ മറ്റേ ഉപ്പിടുന്ന പോലെ ചെറിയ ഇടും. കൂട്ടിയാൽ കൂടി പോവാണ്ട് നമ്മൾ കുറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് കോമഡി ചെയ്യുന്നതിന്റെ രസാട്ടോ, വർക്ക് ചെയ്യാൻ രസമാണ്. ഐശ്വര്യക്ക് ഇപ്പൊ ഇതൊരു ഫാന്റസി സിനിമ ആയതുകൊണ്ട് ഐശ്വര്യയുടെ ഒരു ഫേവറേറ്റ് ഫാന്റസി കോമഡി സിനിമകൾ ഏതൊക്കെയാണ്? എനിക്ക് ഫാന്റസി ഫിലിംസ് ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പൊ മിത്തോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എന്തെങ്കിലും ഒരു എലിമെന്റ്. ഇപ്പൊ കുഞ്ഞിലെ മുതൽ ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദി റിങ്സ്, ഇതെല്ലാം ഒരുപാട് കാണാറില്ല. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു ബുക്കാണ് പേഴ്സി ജാക്സൺ എന്ന് പറഞ്ഞ റിക് റയർഡൻ എന്ന് പറഞ്ഞ ഓഥറിന്റെ ബുക്ക് ഞാൻ വായിക്കാറുണ്ട്. കാരണം അത് ഐ ഡോണ്ട് നോ വൈ എനിക്ക് വായിക്കുമ്പോൾ അങ്ങനത്തെ ബുക്സ് ആണ് വായിക്കാൻ ഇഷ്ടം. ഒരു വേൾഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ കുമാരി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിലും ഒരു ഫാന്റസി പ്ലസ് ഫോക്ലോർ മിക്സ് ആണ്. എനിക്ക് ഇങ്ങനത്തെ കഥകളോട് ഒരു അഫിനിറ്റി ഉണ്ട്. ഇത് കണ്ടിരിക്കുമ്പോഴും ഐ വാസ് ഓൾസോ വെരി പ്രൗഡ് ദാറ്റ് നമ്മൾ ഒരു മേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള സംഭവമല്ല, പ്രോപ്പർ ആയിട്ടുള്ളത് VFX ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതും പുറത്തുനിന്നൊന്നും അല്ല നമ്മൾ കൊണ്ടുവന്നത്, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഇവിടുത്തെ ഒരു പിക്ടോറിയൽ VFX എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതും ആക്ച്വലി നമുക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. ലൈക്ക് വി ആർ ഓൾസോ ഗ്രോയിങ്. അവര് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഇത്രയും നല്ല ടീം വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ VFXന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് സിനിമയിൽ ഇപ്പം മമ്മിയുടെ പോർഷൻസ് വരുന്ന സീൻസിലൊക്കെ VFX ഹെവി ആയിട്ടുള്ള, പ്രത്യേക ക്ലൈമാക്സിൽ ഒരുപാട് VFX വരുന്ന പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഐശ്വര്യ ആണെങ്കിലും ഷറഫൊക്കെ ആണെങ്കിലും ഒരു മമ്മിയോട് സംസാരിക്കുന്ന സീൻ, ആ ഇമോഷൻസ് അത് പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു വാക്കത്തിലേക്ക് നോക്കിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാമറയിലേക്ക് നോക്കിയായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. ഓപ്പോസിറ്റ് ആളില്ലല്ലോ. അപ്പോൾ ഇതിൽ ഈ ഷറഫിന് നേരെ കത്തി വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട്. അത് അതിനുശേഷം സ്റ്റെഫി ഇമോഷണലി വളരെ രീതിയിൽ ഔട്ട്ബേഴ്സ് പ്രകടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. ഇവിടെയും ഇത്തരം ഒരു ക്യാമറയിലേക്ക് നോക്കിയാണ് ഐശ്വര്യ പെർഫോം ചെയ്യേണ്ടത്. ഈ ഒരു എങ്ങനെയായിരുന്നു അതിനെ ഐശ്വര്യ ഡീൽ ചെയ്തത്? ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ സാൻജുവും വൈശാഖും നമ്മൾ കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു പറഞ്ഞ കാര്യം, അമ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെ വേണം ഇമാജിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ അമ്മയാണ് ഇമാജിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മമ്മിയെ പറ്റി പറയുന്ന സമയത്താവട്ടെ, ഇപ്പോൾ മമ്മിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഡയലോഗാവട്ടെ, ഇതെല്ലാം ഞാൻ എൻ്റെ അമ്മയെ മാത്രം ഇമാജിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു VFXന്റെ പ്രശ്നം എനിക്കവിടെ വരുന്നില്ല. എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ എൻ്റെ അമ്മയടുത്താണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ അമ്മേനോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ആസ് ലോങ് ആസ് എൻ്റെ മനസ്സിൽ വിഷ്വൽ സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം അപ്പുറത്തെ എംപ്റ്റിയാണ്, അപ്പുറത്തെ ക്യാമറ എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. ആൻഡ് ഐ ഫീൽ ഇമോഷൻസും അത് കാരണമാണ് കൺവേ ആവുന്നത്. ഇപ്പോൾ ഇമോഷണൽ സീൻസിൽ ഞാൻ വന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു അവർ കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അത് എൻ്റെ അമ്മയായിരുന്നു ഇങ്ങനെ എന്നുണ്ടെങ്കിൽ, എനിക്കും എൻ്റെ ഫാദറിനും ആയിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ എന്നുള്ള പോയിന്റിലാണ് എനിക്ക് ഹുക്ക് കിട്ടിയത്. ഇപ്പോൾ ഇതിൽ സ്റ്റെഫി എന്ന ക്യാരക്ടർ ഒരു മമ്മാസ് ഗേളാണ്, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ വർഷങ്ങളായി ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഉൾവലിവ് സ്റ്റെഫിക്കുണ്ട്. ഇപ്പോൾ ബോണിയെ കാണുമ്പോഴായാലും പിന്നീടുള്ള ബോണിയത്തുള്ള ലൈഫ് ആകുമ്പോഴും ബോണിയെ പരിചയമുണ്ട് സ്റ്റെഫിക്ക്, കല്യാണം കഴിക്കുന്നു. പക്ഷെ എന്നാൽ പോലും എന്തോ ഒരു ഈ മമ്മിയായിട്ടുള്ള പ്രശ്നം ഒരു സൈഡിൽ കൂടെ പോകുന്നു, പക്ഷെ എന്നാൽ പോലും സ്റ്റെഫിയുടെ സൈഡിൽ കൂടെ എന്തോ ഒരു ചെറിയ ഉൾവലിവുണ്ട്. മേ ബി ഇങ്ങനെ ഒരു കൺട്രോൾഡ് ലൈഫിൽ ജീവിച്ച് വന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിരിക്കാം. ഒരു പഠിപ്പിസ്റ്റാണ്, കണ്ണടയൊക്കെ വെച്ച് അതിൻ്റെ ഒരു രൂപം ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഈ മമ്മിയായിട്ടുള്ള പോർഷൻസ് അല്ലാതെ തന്നെ മറ്റ് ഇമോഷൻസിനെയൊക്കെ എങ്ങനെയായിരുന്നു ഐശ്വര്യ ഡീൽ ചെയ്തത്? ഇത് ആക്ച്വലി കുറേയൊക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് ആ സ്വഭാവം, ഈ OCD സ്വഭാവം എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ ആരിപ്പോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഇപ്പോൾ അവരുടെ വീട് വൃത്തിയായിട്ട് കിടക്കുക. എന്നിട്ട് ഇപ്പോൾ വരേണ്ട അവസ്ഥ ഉണ്ടായി എന്ന് വിചാരിക്കും. ഇവർ വന്നു, ഇതാണ് വൃത്തിയായിട്ട് കിടക്കുന്നത്, ഇതിനെയാണ് വൃത്തിയായിട്ട് കിടക്കുന്നത് എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു ഇപ്പോൾ സമയം ഇല്ലാത്തപ്പോഴത്തേക്ക് വൃത്തികേടാകും. ബട്ട് ഐ ലൈക്ക് തിങ്സ് ടു ബി നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പോൾ സ്റ്റെഫിയുടെ ഒരു സീൻ കാണിക്കുന്നതിൽ വൃത്തിയായി ഒരു ആംഗിളിൽ വെച്ച് തുടക്കുന്നത്, ഇതെല്ലാം ഞാനാ. ഈ സ്വഭാവം എനിക്ക് അത്ര OCD ഇല്ല. ഐ മീൻ എന്നുവെച്ചാൽ OCD അല്ല, പക്ഷേ ഐ ലൈക്ക് തിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ അതിനൊന്നും പ്രിപ്പറേഷൻ വേണ്ടി വന്നില്ല. പിന്നെ ഇപ്പോൾ ഡിസിപ്ലിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഇപ്പോഴാണ് കുറേയൊക്കെ, കുഞ്ഞിലെ കുറച്ച് റിബലും പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ
അങ്ങനെ തന്നെയാണ് ഏകദേശം ആ ട്രാക്കിലേക്ക് എത്തി. സോ ഇതൊന്നും എനിക്ക് പ്രിപ്പറേഷൻ്റെ ആവശ്യം വന്നില്ല, ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇമോഷണലി ഉള്ളൊരു ഉൾവലിവ് അത് ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രോവേർട്ടാണ്. എനിക്ക് രണ്ടും ആവാൻ പറ്റും, പക്ഷെ ഞാൻ മോസ്റ്റ്ലി എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ അത് അഭിനയിക്കേണ്ടി വന്നു. ബട്ട് ഷീ ഈസ് ഓൾസോ കണക്ടിങ് ടു ബോണി. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബോണി എന്ന് പറഞ്ഞ വ്യക്തിനോട് ഒരു സ്നേഹം ഡെവലപ്പ് ആയിട്ടുണ്ട്. അത് പുള്ളി മമ്മീനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാ വന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്റെ മമ്മീനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരാൾ വരുന്നു എന്നുള്ളതിൽ നിന്നാണ് അത് ആദ്യമായിട്ട് ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റും, അപ്പൊ പറയുന്നത് വിശ്വസിച്ചു. ആൻഡ് പ്ലസ് ഹീസ് ഈസി ടു ബി വിത്ത്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് എല്ലാവരും ചെറുപ്പകാലത്ത് കണ്ടു വളർന്ന ഒരാളാണ് ജഗദീഷ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സിനിമകൾ, പല ടൈപ്പ് ഹ്യൂമർ സിനിമകളും സീരിയസ് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പോയിന്റിന് ശേഷം ഒരു റീഇൻട്രൊഡ്യൂസിങ് ജഗദീഷ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള അഭിനയ പ്രാധാന്യമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പക്ഷേ ഹലോ മമ്മിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തെ വീണ്ടും ആ ഒരു കോമഡി സ്പേസിലേക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ആ ഒരു ലുക്ക് തന്നെ, ഒരു ഹ്യൂമർ നമുക്ക് ചിരി വരും. അത് ഇതിൽ ബോണിയും സ്റ്റെഫി ആയിട്ടുള്ള ഒരു സീനിൽ കട്ടിൽ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ തബല വായിക്കുന്ന ഹാർഫ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു സീനാണ്. അദ്ദേഹത്തിന് ചില റിയാക്ഷൻസ്, നോട്ടങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഹ്യൂമർ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു കോമ്പിനേഷനൊക്കെ എങ്ങനെയായിരുന്നു? പുള്ളി ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. ഈ വരുന്ന പണിക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന, അല്ലാണ്ട് ഒരു ചിറ്റാറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും സിനിമയെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടറിനെ പറ്റിയിട്ടായിരിക്കും. അത് ഞാൻ പുള്ളിയെടുത്ത് ഇരുന്ന് സംസാരിക്കാറുണ്ട്, പറയേ കഥകള്. ഇപ്പം സാറിൻ്റെ വൈഫിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഷീ ഈസ് വെരി ഫേമസ് ആൻഡ് വെൽ റെസ്പെക്റ്റഡ്. അപ്പോൾ അങ്ങനെ ഞാൻ രമ മാമിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് മനുഷ്യനുണ്ടല്ലോ ഇതുപോലെ ഒരു മേശയിൽ കയറി കിടക്കാറുണ്ട്. നമ്മൾ ലോങ് ഷൂട്ടാണ്, ഒരു എന്തൊക്കെ ജാട വേണമെങ്കിൽ കാണിക്കാം. പുറത്ത് കാരവാൻ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം, നിങ്ങൾ ഷോർട്ട് ആകുമ്പോൾ വിളിക്കുമെന്ന് പറയാം. ഒരു മേശ ഇവിടെ സൈഡിലുണ്ട്, പുള്ളി അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കിടന്ന് ഉറക്കമല്ല, ചെറിയ മയക്കം, ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ഷോർട്ട് ആകുമ്പോൾ ഇവർ പറയും ഐശ്വര്യ വിളിച്ചോന്ന് പറയും. ഞാൻ പോയി സർ ഷർട്ട് റെഡി ലെറ്റ്സ് ഗോ എന്നുള്ള രീതിയിൽ പറയും. അപ്പം തന്നെ വരും. മാക്സിമം ഒന്ന് വെള്ളം കുടിക്കും, ഒന്ന് മുഖം ഒന്ന് ഫ്രഷ് ആക്കും, അത്രേ ഉള്ളൂ. ഞാൻ സാറിൻ്റെ അടുത്ത് സാറിൻ്റെ സന്തോഷം എന്താ? വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ആക്ടിങ്, ക്യാമറയുടെ ഫ്രണ്ടിൽ വരിക, സെറ്റിൽ ആൾക്കാരുടെ കൂടെ നിന്ന് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുക, ക്യാരക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ട്. അത് ഈ പ്രായത്തിലാണ് തിങ്കിങ് ലൈക്ക് ഹി ഹസ് ബീൻ ഹിയർ ഫോർ സോ ലോങ്. ഏജിന്റെ കാര്യമല്ല, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വിരസത വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു ചെയ്യാനുള്ള ആഗ്രഹം കൂടി പല ജനറേഷൻ ഓഫ് ഡയറക്ടേഴ്സും ആക്ടേഴ്സിനോടൊപ്പം കടന്നു വന്ന ഒരാളാണ്. എല്ലാം ഹീറോ, എന്താണ് ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കോമഡി ആക്ടർ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈസ് ഹാപ്പി ഡൂയിങ് ദിസ്. വലിയൊരു കാര്യമല്ലേ. ഇപ്പോൾ ഇതില് ഷറഫ് പെയറായിട്ട് വരുന്നു, വരത്തിന് ശേഷം വീണ്ടും ഷറഫുമായിട്ടൊരു കോമ്പിനേഷൻ. ഇതില് മമ്മി ഷറഫിനെ എടുത്തിട്ട് അടിക്കുന്ന സീനുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്റ്റെഫി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇതാണോ ഞാൻ ഉദ്ദേശിച്ച മോഡേൺ ലുക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മമ്മി ഒരടി സ്റ്റെഫിക്കും കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഷറഫിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട്, നിനക്കും കിട്ടി എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഷറഫായിട്ടുള്ള ഒരു ഗിവൻ ടേക്ക് ഉണ്ടല്ലോ, അത് വളരെ സ്പോണ്ടേനിയസ് ആയിരിക്കണം. എന്നാൽ ഈ ഒരു ഷറഫിന് വേറൊരു മമ്മിയായിട്ട് ഡീൽ ചെയ്യണം, ആ ഒരു ക്യാരക്ടറുമായിട്ട് ഡീൽ ചെയ്യണം, ഐശ്വര്യമായിട്ട് ഡീൽ ചെയ്യണം. ഇത്ര ഒരു 360 ഡിഗ്രിയിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ഷറഫുമായിട്ട് എങ്ങനെയായിരുന്നു ഒരു പെയറായിട്ട് ഇപ്പോൾ വരുന്നു വരത്തിന് ശേഷം? എനിക്ക് പുള്ളി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ, വളരെ ഈസിയാണ്. ഇതിലെന്തിടാം എന്നുള്ളതാണ് പുള്ളിയുടെ ചിന്ത. ആ സീനിൽ വന്ന് വീഴുന്ന സംഭവമില്ലേ, അത് ആ ആർട്ട് പ്രോപ്പർട്ടി പുള്ളിയായിട്ട് നശിപ്പിച്ചതാണ്. അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എൻ്റെ ആ സീൻ, ആ പെർട്ടിക്കുലർ സീൻ ഇത് ഇഷ്ടമായോ മോഡേൺ ലുക്ക്, അതിന്റെ പെർട്ടിക്കുലർ സീൻ എൻഡ് ചെയ്യുന്നത് അത് പുള്ളി തകർത്തതാ, അത് പുള്ളി കയ്യിൽ നിട്ടതാ. അപ്പൊ ഞാൻ മറ്റേ ആ ആക്ച്വൽ ഫുട്ടേജില് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, റീഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. പുള്ളി ഇതൊക്കെ, പക്ഷെ അത് ചെയ്തത് അത്ര പ്രോപ്പർ ആയത് കാരണം അത് നന്നായിട്ട് വന്നു. ഇതിലും എനിക്ക് തോന്നുന്നു നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഇതിലും ഒരുപാട് കോമഡി ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളി ഈ മറ്റേ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇവിടെ കിടന്നു എന്ന് പറയുന്ന ഒരു അത് ഞാനൊരു 8-10 ടേക്ക് പോയിട്ടുണ്ട്. കാരണം എനിക്ക് പുള്ളി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള പുള്ളിയുടെ ഇനി വരാൻ പോകുന്ന ഡയലോഗ് ഇത് ആലോചിച്ചിട്ട് ഞാൻ
കിടന്നിടത്തിന്ന് എണീക്കും, ചിരിച്ച് എണീക്കും. എനിക്ക് ആലോചിച്ച് ചിരി വന്നിട്ട്. പിന്നെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ താഴെ അങ്ങനെ അല്ല, ഞാൻ എണീക്കുമ്പോ പുള്ളി താഴെ കിടക്കുന്നത്, അപ്പൊ എന്താ താഴെ എന്ന് ചോദിക്കുക. അതൊക്കെ അത് എനിക്കറിഞ്ഞൂടെ. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോ ഞാനിത് ആസ് എൻ ഓഡിയൻസ് കണ്ടിട്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ എന്നെ മാനേജ് ചെയ്യാനായിരുന്നു കുറച്ച് പാട്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോകും. നമ്മള് സിനിമ റിലീസാവാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ ആക്ച്വലി സിനിമയുടെ ഇടയിൽ സംസാരിച്ചാലും കൂടുതൽ ഇപ്പോൾ പ്രൊമോഷനാണ് സംസാരിക്കുന്നത്. സിനിമയുടെ ഇടയിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണല്ലോ, അത് അങ്ങനെ അങ്ങ് പോകും. ഈ കമ്പനി അടിച്ചിരിക്കലും പരിപാടിയില്ല, വർക്കിംഗ് ആണ്. അതിൻ്റെ ഇടയിലുള്ള തമാശ പറച്ചിലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രൊമോഷനൊക്കെ ഓടി നടക്കുമ്പോൾ വർക്ക് സ്ട്രെസ് അല്ലല്ലോ, ഇപ്പോൾ അഭിനയിക്കണ്ടല്ലോ, സംസാരിച്ചാൽ മതി, കുറച്ചും കൂടെ ഫ്രീ ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയി. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനും ആണെങ്കിലും ഇപ്പോൾ പ്രൊമോഷൻസ് ആണെങ്കിലും ഒക്കെ ഫണ്ണാണ്. ചിരിച്ചിരിച്ചിട്ട് പോകും. നമ്മുടെ ടീം എല്ലാവരും അങ്ങനെ ആട്ടോ. ഇപ്പം സാധാരണ പോകുന്ന പോലെ ഒരു ഹീറോയിൻ മാത്രമായിട്ടല്ല പോകുന്നത്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇറങ്ങാം. ഞങ്ങൾക്ക് ഒരു 6 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. നമ്മുടെ ഗംഗ ചേച്ചിയുണ്ട്, ശ്രുതി ഉണ്ട്, അദ്രി ഉണ്ട്, ജോമോൻ ഉണ്ട്. ഞങ്ങളെല്ലാവരും, ജഗദീഷ് ചേട്ടനുണ്ട്, ജോണി ആന്റി ചേട്ടനും ജഗദീഷ് ചേട്ടനും വന്ന ദിവസം ചിരിച്ച് മരിച്ചു ഞങ്ങള്. അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ കാണുന്ന ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നൊന്നും ക്യാമറ ഉള്ളപ്പോൾ ഉള്ള ചിരിയല്ല, അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നേ, ഈ സമയത്ത് ഞങ്ങൾ അത്യാവശ്യം ക്ലോസ് ആയി. എന്നിട്ട് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം എനിക്കൊക്കെ ആങ്സൈറ്റി കയറി മാക്സിമത്തിൽ നിൽക്കുക. ഒന്നും ചോദിക്കണ്ടേ ചേട്ടാ, എങ്ങനെ എൻ്റെ എല്ലാ കിളിയും പോയിട്ടിരിക്കുക, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇനി ഇറങ്ങിക്കഴിഞ്ഞാലേ സമാധാനമാവുള്ളൂ, ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടാലേ എനിക്ക് അറിയുള്ളൂ. നമ്മൾ പ്രിവ്യൂ ഷോ വെക്കുന്നതിനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരില്ല, എനിക്ക് പറ്റൂല, എനിക്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു. അന്ന് രാത്രി, നെക്സ്റ്റ് ഡേ ഇറങ്ങുകയാണ്, രാത്രി നമുക്ക് എല്ലാ പ്രൊമോഷൻസും ഇൻ്റർവ്യൂസും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴി ചേട്ടനെ ഫോൺ വിളിച്ചു. ഓക്കെ അല്ലേ, സെറ്റല്ലേ എന്നൊക്കെ വിളിച്ചു. ഞാൻ ചേട്ടാ സെറ്റൊന്നും അല്ല, എനിക്ക് നല്ല ടെൻഷനുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും ടെൻഷനും എല്ലാം പറഞ്ഞു. അത് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗാണ്, ഇതിനാണ് എനിക്ക് ഇടിയിട്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ആക്ച്വലി എനിക്ക് ഒരിക്കലെങ്കിലും എൻ്റെ ലൈഫിൽ ഒരിക്കലെങ്കിലും എടാ നീ ഓക്കെയാണ്, നീ സെറ്റാണ്, നീ ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്നൊന്ന് മൊത്തത്തിലൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒരിക്കലെങ്കിലും ഒന്ന് ജയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഹേർട്ടായി പുള്ളി അത് പറഞ്ഞു. ഒരിക്കലെങ്കിലും, ഇത്ര വർഷമായി, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിച്ച് കാണണം എന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് മനസ്സിലത് ഭയങ്കരമായിട്ട് കൊണ്ടു പുള്ളി പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, അടിപൊളിയാവും ചേട്ടാ, നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മൾ ചെയ്തിട്ടുണ്ട്, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലും നാട്ടുകാരുടെ കയ്യിൽ നമുക്ക് നോക്കാം, എന്താവും എന്നുള്ളത് നോക്കാം. എനിക്ക് സിനിമ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. പുള്ളിയുടെ കോമഡിയൊക്കെ ഞാൻ ഇരുന്ന് ചിരിക്കായിരുന്നു. മറ്റേ പുകാവടി ആടുന്ന പോലെ അതിനൊക്കെ ഞാൻ കുറേ നേരം എണീറ്റൊന്ന് വയർക്ക് തടവി ചിരിച്ചു. എന്നിട്ട് നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം ഓരോ റിവ്യൂ, പബ്ലിക് റെസ്പോൺസ് വാങ്ങിക്കല്ലോ തിയേറ്ററിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് പറയുന്നത്, എല്ലാത്തിലും ഷാർഫ് സൂപ്പർ, ഒരു രക്ഷയില്ല ഷാർഫ് സൂപ്പർ. എൻ്റെ മനസ്സിലോടുന്ന ഇതാ. ഞാനൊരു റിവ്യൂയുടെ ഹെഡ്ലൈൻ വായിച്ചു. ഞാൻ നോർമലി ഇപ്പോൾ റിവ്യൂ നോക്കാറില്ല, എൻ്റെ ഫസ്റ്റ് ഡേ എസ്പെഷ്യലി ഞാൻ നോക്കാറില്ല, എൻ്റെ മാനസിക സമനില പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഫസ്റ്റ് ഡേ ഞാൻ കണ്ട ഒരേ ഒരു ഹെഡ്ലൈൻ, ഷറഫുദ്ദീൻ ഷൈൻസ് ഇൻ ഡ്രാമ ദാറ്റ് മിസ്സസ് ഇറ്റ് പൊട്ടൻഷ്യലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനം, ഹൊറർ പരിപാടി അവർക്ക് വർക്കായില്ല എന്നുള്ള പോലെ പറയുന്ന, ഫാന്റസി പരിപാടി വർക്കായില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു റിവ്യൂ ആണ്. പക്ഷെ അതിലും ഷറഫുദ്ദീൻ ഷൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഭയങ്കര സന്തോഷം. ആ മനുഷ്യന് ആകപ്പാടെ ഉണ്ടായിരുന്ന ആഗ്രഹം അതാ, ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും ആൾക്കാർ നീ ചെയ്യുന്നത് ഓക്കെ, അതല്ലേ വരുന്ന മൊത്തം അതല്ലേ. അപ്പൊ എനിക്കത് അതും ആ അക്സെപ്റ്റൻസ്, ആ ഒരു പുള്ളിക്ക് ആ അക്സെപ്റ്റൻസ് കിട്ടിയാൽ എനിക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഫിലിം ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്ന ഷറഫാണ്. ഫസ്റ്റ് ഫ്രെയിം തൊട്ട് അദ്ദേഹം വരുന്നു, ചിരിപ്പിക്കുന്നു. ഈവൻ ക്ലൈമാക്സിൽ പോലും ഇമോഷണൽ സീൻസിൽ പോലും ഐശ്വര്യക്കൊപ്പം ഷറഫ് കട്ടക്ക് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും കൂടെ വീണ്ടും ഒരു വലിയൊരു ബിഗ് ബ്രേക്ക് കൊടുക്കുന്ന ഒരു സിനിമ ആകും ഹലോ മമ്മി. അപ്പൊ അതെന്റെ മനസ്സിൽ കിടക്കുമായിരുന്നു ഈ പറഞ്ഞത്. അത്രയും ജെനുവിനായിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് അത് വന്നേ, ആ പറച്ചില് വന്നത്. അത് കാരണം എനിക്കത് ആ റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് വന്ന് കെട്ടിപ്പിടിക്കൊക്കെ ഉണ്ട് അമ്മമാരൊക്കെ. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഐശ്വര്യയുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ഫിലിംസിനോടൊപ്പം തന്നെ
ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകൾക്കും വളരെ പ്രാധാന്യം കൊടുത്ത് പോകുന്ന ഒരു അഭിനേത്രിയാണ്. ഇപ്പോൾ കുമാരി ചെയ്തു, ഗാർഗി, അമ്മു, മായാനദി പോലുള്ള സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ഇതിൽ ഗാർഗി പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ബോധപൂർവ്വം എടുക്കുന്ന തീരുമാനം എടുത്തിട്ട് കമേഴ്ഷ്യൽ സ്പേസിൽ നിൽക്കുകയും വേണം, അതേസമയം ഇത്തരം ക്യാരക്ടേഴ്സ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണം, പ്രൊഡ്യൂസും കൂടെ ചെയ്യണം. അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ഐശ്വര്യയുടെ? പ്രൊഡക്ഷൻ കുമാരിയിലും ഗാർഗിയിലും ഞാൻ കോ പ്രൊഡ്യൂസറാണ്. ഗാർഗിയിൽ അവർ ബിക്കോസ് ഐ വാസ് എ സീറ്റ് ഫണ്ട് ഇട്ട ആള്, അവർ സ്നേഹം കാരണം പ്രൊഡ്യൂസർ എന്നുള്ള ടാഗ് വന്നത്. അല്ലാണ്ട് ഞാൻ പ്രൊഡ്യൂസർ ചെയ്യേണ്ട ഒരു ജോലിയും ആ സിനിമയിൽ ചെയ്തിട്ടില്ല. വാസ് ബേസിക്കലി എൻ ഇൻവെസ്റ്റർ രണ്ടിലും. പക്ഷേ തിങ് ഇസ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഡയറക്ടറിനെയും ആ കഥയും രണ്ടിലും, കുമാരിയിലും അതെ, അത് വിശ്വസിച്ചിട്ടാണ്. എനിക്കറിയാം അവരെ ട്രസ്റ്റും ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് കാശിട്ടതാണ്. അവരെൻ്റെ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. സോ അതൊരു ഇമോഷണൽ ഡിസിഷൻ ആയിരുന്നു. ഇപ്പോൾ ഇൻ ദ സ്റ്റേജ് ഓഫ് മൈ കരിയർ ഞാൻ ഒരു പ്രൊഡ്യൂസറായിട്ട് ഇറങ്ങാൻ ഇതുവരെ എനിക്ക് പ്ലാനിലില്ല. ഇനി ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് അത് പഠിച്ചിറങ്ങാനേ പറ്റുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് പ്രൊഡക്ഷൻ ഇസ് എൻ ഈസി ബിസിനസ്. ഇപ്പോൾ ആ പ്ലാനില്ല എനിക്ക്. ബാക്കി സ്ത്രീ കഥാപാത്രങ്ങൾ ഭാഗ്യം കൊണ്ടാണ് മായനദി എനിക്ക് കിട്ടുന്നത്, ഒരു സെക്കൻഡ് ഫിലിമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത ആളോട് ഡയറക്ടർമാർക്കുണ്ടായ വിശ്വാസത്തിലാണ് എനിക്ക് വരത്തൻ കഴിഞ്ഞിട്ട് കാണി അർച്ചന 31 നോട്ട് ഔട്ട്, കുമാരി, ജഗമേ തന്ത്രത്തിലെ ക്യാരക്ടർ കിട്ടുന്നത്, കാർത്തിക് സുബ്രാജ് സർ എന്നെ വിളിക്കുന്നത്, മണിരത്നം സർ എന്നെ വിളിക്കുന്നതും ഒക്കെ മായനദി കണ്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓഡിഷൻസ് കിട്ടുന്നത്. രണ്ടും എനിക്ക് ഓഡിഷൻസിലാണ് കിട്ടിയത്. ബട്ട് സ്റ്റിൽ ആ ഒരു ഓഫർ വരുന്നതിന് കാരണം നല്ലൊരു ഫീമെയിൽ ക്യാരക്ടറിനെ ഷോൾഡർ ചെയ്യാൻ പറ്റും എന്ന് അവർക്കുണ്ടായ, ഡയറക്ടേഴ്സിനുണ്ടായ വിശ്വാസമാണ്. ഐ ഹോപ്പ് ഐ ക്യാൻ സ്റ്റിൽ ഡൂ ദ സെയിം ആൻഡ് ഇതുപോലത്തെ നല്ല ക്യാരക്ടേഴ്സ് എഴുതുന്നവർ എനിക്ക് തരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു ടു ടേക്ക് സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ അമ്മു എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അത് തെലുഗുവിലെ ആമസോൺ പ്രൈമിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഫീമെയിൽ സെൻട്രിക് ഫിലിമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു, ഡോണ്ട് ഡു തെലുങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് കമേഴ്ഷ്യൽ റോൾസ് ചെയ്യണം, അതായത് ഇപ്പോൾ ഡാൻസും പാട്ടും അങ്ങനത്തെ ഉള്ള റോൾസ് ചെയ്യണം, കുറച്ചും കൂടെ ക്യൂട്ടർ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം, അതാണ് അക്സെപ്റ്റൻസ് തരിക. ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇങ്ങനത്തെ റോൾസ് ദെൻ ദേ വിൽ ഓൺലി കോൾ യു ഫോർ ഇങ്ങനത്തെ റോൾസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഞാനല്ലേ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയാൽ പോരെ. ഇപ്പോൾ എനിക്ക് ചെയ്യണം തോന്നിയതാണ് അമ്മു, ഞാനത് ചെയ്യും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കഥ, അത് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതുപോലത്തെ ജോണറിലുള്ള സാധനമാണ് വരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ല. പ്രശ്നം സോൾവ് ആയില്ലേ? ഇപ്പൊ ടൈപ്പ് കാസ്റ്റ് ആവാൻ പറ്റില്ലല്ലോ, ഞാനല്ലേ ചെയ്യണ്ടേ. ഇതേ സംഭവം തന്നെയായിരുന്നു മായനദി കഴിഞ്ഞപ്പോഴും. ഓക്കെ, കിസ്സിങ് സീൻസ് ഉള്ള സിനിമ ചെയ്തു, ഇനിയിപ്പോൾ അതിന് മാത്രമേ വിളിക്കുള്ളൂ, എല്ലാ സിനിമയിലും ഉണ്ടാവും. എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള സിനിമകളിൽ എനിക്കറിയാം ഞാനല്ലേ ചെയ്യണോ വേണ്ടി ഒന്നും ഡിസൈഡ് ചെയ്യുന്നത്, നാട്ടുകാരല്ലല്ലോ. അത് കാരണം ഞാൻ ആ ടൈപ്പ് കാസ്റ്റിംഗ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി എനിക്കൊരു സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻറ്റിമേറ്റ് സീൻ വേണം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ വരികയാണ്, എനിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ചെയ്യും. അല്ലാതെ ഐ വിൽ നോട്ട് ഗെറ്റ് ടൈപ്പ് കാസ്റ്റ്. ഒരു ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് സ്ട്രോങ് വിമൻ ക്യാരക്ടേഴ്സ് ചെയ്ത് നിങ്ങൾ ടൈപ്പ് കാസ്റ്റ് ആയി എന്നാൽ ഓക്കെ, അത് കുഴപ്പമില്ല, അതെനിക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് കാസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഇപ്പോഴത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഓഡിയൻസിലേക്ക് എത്തുന്ന തരമുള്ള സിനിമകൾ ചെയ്യുക, അവർക്ക് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക. ഒരു സമയത്ത് എനിക്ക് നല്ലൊരു ആക്ടിങ് പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇപ്പം എനിക്ക് ഓഡിയൻസിലേക്ക് കുറച്ചും കൂടി എത്തണം, അവർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടി കമേഴ്ഷ്യൽ സ്പേസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഐഡിയ. ബിക്കോസ് അതെനിക്ക് ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയി ആസ് എൻ ആക്ടർ. ഐ എം നോട്ട് സെയിങ് ഞാൻ ഭയങ്കര വലിയ ആക്ടറാണ്, പക്ഷേ എനിക്കൊരു കഥ കേട്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ അങ്ങനെയുള്ള പേടി മാറി കിട്ടി. എൻ്റെ ഡയറക്ടർ എന്നെ അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു ഐശ്വര്യയുടെ ക്യാരക്ടർ കാണക്കാണയിലെ സ്നേഹ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന് അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് ഈ ക്യാരക്ടറിനോട് ആൾക്കാർക്ക് വെറുപ്പ് തോന്നുകയും വേണം, അപ്പോഴേ ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് ഡെപ്പിക്റ്റ് ആവുകയുള്ളൂ. ഇതിൽ ടൊവിനോയോട് പെട്ടെന്ന് ഒരു ഇമോഷണലി ഇതായിട്ട് പറയുന്നൊരു സീനുണ്ട്. എനിക്കിപ്പോൾ അറിയണം, കല്യാണത്തിൻ്റെ കാര്യം എനിക്കിപ്പോൾ അറിയണം, നീ കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വളരെ ഇമോഷണലി പറയുന്നൊരു സീനുണ്ട്. ഈ കാണക്കാണ് പോലും സിനിമ വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ വരുമ്പോൾ, ഇത് നേരത്തെ ഐശ്വര്യ പറഞ്ഞല്ലോ ഈ തെലുങ്കിൽ പോയി കമേഴ്ഷ്യലി സിനിമ ചെയ്യണം, ഇത്തരം സിനിമകൾ ചെയ്യണം എന്ന് പലരും പറയുമ്പോൾ നെഗറ്റീവായിട്ടൊരു ക്യാരക്ടറും കൂടെ വരുമ്പോൾ ഇതിന് ചർച്ചകളുണ്ടായിരുന്നോ, ഇത് ചെയ്യരുത് അങ്ങനെ?
അല്ലല്ല ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ അങ്ങനെ ചോദിക്കുന്നത് തന്നെ നിർത്തി. ഞാൻ ചിലപ്പോൾ എനിക്ക് ഇതെങ്ങനെ വൃത്തിയാക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേയിൽ എവിടെയെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് ആ ഹേർഡിൽ എനിക്ക് തോന്നിയത് കറക്റ്റ് ആണോ, അതൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സിനോട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടെന്നുള്ളതല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ ഡിസിഷൻ എടുക്കും, അതിൻ്റെ റിസൾട്ട്സ് ഞാൻ തന്നെ അനുഭവിക്കും എന്നുള്ള രീതിയിലാണ്. ലൈക്ക് മേ ബി ആഫ്റ്റർ ഐ ഡിസൈഡ് വാട്ട് ടു ഡു ഐ മൈറ്റ് ആസ്ക് ഫോർ ഒപ്പീനിയൻ, അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്നേഹയുടെ ക്യാരക്ടർ ഞാൻ കേട്ട് കഴിഞ്ഞ ശേഷം ഞാൻ മനുഷ്യേട്ടനോട് ചോദിച്ച ഒരു സംഭവമുള്ളൂ. ഈ കഥ മൊത്തം കേട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീമെയിൽ ക്യാരക്ടർ അതിൽ ഷെറിൻ്റെയാണ്. റീസൺ ബീങ്, അതിൽ ഫസ്റ്റ് ഷോട്ടിൽ പറയും, ഷെറിൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ സിനിമയിൽ, പക്ഷെ ആ ഷെറിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശ്രുതി ചെയ്ത ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അവസാനം വരെ നമ്മുടെ ഉള്ളിൽ അവളോട് ഒരു തിരിച്ചു പോകാമായിരുന്നു. അയ്യോ, ആ ഒരു സംഭവമില്ല, അവളോടാണല്ലോ നമുക്ക് ആ കുട്ടിക്ക് ഒരു വേറെ ജീവിതം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷ എനിക്ക് അതാണ് കഥ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. ആൻഡ് പ്ലസ് ഫസ്റ്റ് സീനിൽ ഇവള് അച്ഛനോട് ഫോൺ വിളിച്ച് മകനെ കിൻഡർ ഗാർഡനിലാക്കിയതിന് ശേഷം ശ്രുതിയുടെ ക്യാരക്ടർ അച്ഛനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഞാൻ വീട്ടിൽ പോകുന്നില്ല, കാരണം ഞാനില്ലാണ്ട് അവന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. കട്ടു ഇപ്പോഴത്തെ അവസ്ഥയിൽ മകൻ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നു, രണ്ടാനമ്മയുടെ സ്നേഹയുടെ ക്യാരക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. അച്ഛൻ ഇത് നോക്കി നിൽക്കുക, ഹീസ് തിങ്കിങ് ഓഫ് ദ ടൈം വെൻ ഹിസ് ഓൺ ഡോട്ടർ സെഡ് ഞാനില്ലാണ്ട് അവന് പറ്റില്ല. ആൻഡ് നൗ യു ആർ സീയിങ് മോന് പോലും കുഴപ്പമില്ല. അതാണ് അതില് ആ ഒരു ഇത് വരുന്നത്, മകന് പോലും കുഴപ്പമില്ല, അപ്പനാണ് നഷ്ടപ്പെട്ടത്, ഒരാൾക്കും ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ വരുന്നത്. എനിക്കത് ആ ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആ ഒരു അത് എഡിറ്റിൽ, ഐ മീൻ റൈറ്റിംഗിലെ ആ എഡിറ്റ് പ്ലാനിലുണ്ടായിരുന്നതാണ്, അല്ലാണ്ട് പിന്നീട് വന്നതല്ല. അതുകൊണ്ടാണ് റൈറ്റിംഗിൽ ആ സീൻ വെച്ചിരിക്കുന്നത്. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഞാൻ മനുഷ്യനോട് കുറെ പ്രാവശ്യം ചോദിച്ചു, ഞാൻ ഷെയറിൻ ചെയ്തോട്ടെ, എനിക്കറിയാം സ്ക്രീൻ ടൈം കുറവാണെന്നറിയാം, പക്ഷെ ഞാൻ ഷെയറിൻ ചെയ്തോട്ടെ എന്ന് കുറെ ചോദിച്ചു. പിന്നെ എൻ്റെ പ്രശ്നം സ്നേഹ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പൊ നടക്കുന്നതിൽ സ്നേഹ ഇവർ രണ്ടുപേരുടെയും ഡിസിഷൻസിന്റെ ഒരു അവര് ഡിസൈഡ് ചെയ്യണം സ്നേഹയുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും നടക്കണമെങ്കിൽ. ഇവർ ഫുൾ ടൈം ആംഗണിയിലാണ്, എന്താ മനസ്സിലാവാത്ത ആംഗണിയിലാണ്. പ്ലേ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള സാധനമാണ്. കാരണം ഇതുവരെ നമ്മൾ ക്യാരക്ടർ കാരണം എന്തെങ്കിലും സ്നേഹം ഓഡിയൻസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചിലപ്പോൾ ഒരു മോറലി റോങ് ആണ് എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ചെയ്താൽ പോവും. എസ്പെഷ്യലി ഒരു ഫീമെയിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പോവും. അത് ഈ അതർ വുമൺ എന്നുള്ള സംഭവമാണല്ലോ. പിന്നെ ധൈര്യം സംഭരിച്ചങ്ങ് ചെയ്തു. ബാക്കി കഥയാണ്, ഓഡിയൻസ് കാത്തോളും എന്നുള്ള വിശ്വാസത്തിൽ ചെയ്തു. ഭാഗ്യത്തിനൊന്നും നോബഡി ഹാസ് ഹേറ്റഡ് മീ ബിക്കോസ് ഓഫ് ദാറ്റ് ക്യാരക്ടർ. പലർക്കും അനുകമ്പയാണ് തോന്നിയത് അവരോടും, സ്നേഹ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോടും. വിച്ച് ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ആൾക്കാർ ചിന്തിക്കും, അവർക്കറിയാം. അല്ലാതെ ഒരാളും എന്നെ അത് കഴിഞ്ഞ് കണ്ടപ്പോൾ വളരെ മോശമായി പോയി ആ ക്യാരക്ടർ ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മണിസാറിനൊപ്പം വീണ്ടും തഗ് ലൈഫ് എന്ന സിനിമയിലേക്ക് വരുന്നു. പൊന്നിയിൻ സെൽവൻ 1-2 ശേഷം വീണ്ടും അദ്ദേഹത്തിനൊപ്പം വരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മണിസാർ ഫാൻ മൊമെൻ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പാട്ടുകളായിരിക്കും, ചില സീനുകളായിരിക്കും, ചില കഥാപാത്രങ്ങളായിരിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ചിലപ്പോൾ ഐശ്വര്യ പൊന്നിയിൻ സെൽവൻ 1 വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യ സിനിമയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യണമെന്നുള്ളൊരു തോട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസസ്സും രീതിയും എല്ലാം ഈ 2 സിനിമയിലൂടെ കണ്ടു. ഈ ഒരു ലോങ് പ്രോസസ്സിലൂടെ അദ്ദേഹത്തിനോടൊപ്പം ട്രാവൽ ചെയ്യുന്നതിനോടൊപ്പം കണ്ടു. തഗ് ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമതൊരു സിനിമ ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ പ്രോസസ്സുമായിട്ട് നമ്മൾ യൂസ് ടു ആയല്ലോ. എങ്ങനെയായിരുന്നു ഈ തഗ് ലൈഫിൻ്റെ ഒരു ജേർണി? എങ്ങനെയാണ്? കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ വേറെ തോട്ട്സ് ഒന്നും ക്ലൗഡ് ചെയ്തില്ല. ഫസ്റ്റ് ഡേ സെറ്റ് വരുമ്പോൾ പുതിയൊരു സെറ്റിലേക്ക് വന്ന പോലെ തോന്നിയില്ല. എല്ലാവരും പരിചയമുള്ളവരാ. അവിടെ പുതിയതായിട്ട് ടീമിൽ ജോയിൻ ചെയ്തവരാണ് എനിക്ക് പുതിയതാന്ന് തോന്നിയത്. ഞാൻ ഓൾറെഡി ഇവിടെയുള്ള ആളാ. പുതിയ രവി കെ ചന്ദ്രൻ സാറൊക്കെ എനിക്ക് പുതിയതാണ്, നിങ്ങളെന്താ ഈ സെറ്റിൽ എന്നുള്ള പോലെയാണ്. ഇൻ ദ സെൻസ് അവിടെ ഓൾറെഡി എനിക്കൊരു ഫാമിലി ഉണ്ട്. മദ്രാസ് ടോക്കീസിലും ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ ചെയ്തതിൻ്റെ അതിൽ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആവട്ടെ, അവരൊക്കെ ഭയങ്കര ക്ലോസ് ആണ്. ഇപ്പോഴും നമ്മൾ അവർ കഥ തുടങ്ങാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കണം, നെറേറ്റ് ചെയ്യാനിരിക്കണം. കാരണം എൻ്റെ അടുത്ത് നെറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ആക്ടറിൻ്റെ അടുത്ത് നെറേറ്റ് ചെയ്യുന്ന പോലെ ഉള്ള എഫക്റ്റും കിട്ടും. എന്നാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും നെറേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇത്രയും ലോങ് നറേഷൻ വേണ്ട. സോ വി ആർ ഏബിൾ, വി ആർ ഫ്രണ്ട്സ് നൗ. ആ സെറ്റിലേക്ക് രണ്ടാമത് ചെല്ലുമ്പോൾ എനിക്ക്
ഒരു ഫസ്റ്റ് വരുന്ന ഒരു നെർവസ്നെസ് ഇല്ല, സ്ക്രിപ്റ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ്. കമൽ സാറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. എനിക്ക് ഇടി കിട്ടുന്നില്ല, ഞാൻ എല്ലാത്തിലും പോയി പറയുന്നുണ്ടോ ഉണ്ടെന്ന്. കമൽ സാർ ഭയങ്കര സൈലന്റ് ആണ് സെറ്റില്. മണി സാറിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മേക്കപ്പിലാണെങ്കിലും ആർട്ട് പ്രോപ്പർട്ടിയിലാണെങ്കിലും ഒക്കെ പുള്ളി ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ ഒരാളെ മൈക്രോ മാനേജ് ചെയ്യല്ല, അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര ക്യൂറിയസ് ആയിട്ട് നോക്കും. എന്നിട്ട് അതിലേക്ക് പുള്ളിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് പുള്ളി ഹീൽ ജസ്റ്റ് ഓഫർ. ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ രസമായിരിക്കും. കാരണം ഇത്ര 60 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 65 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റാർട്ടഡ് ആക്ടിങ് അറ്റ് 4 years. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ നടന്നത് നമ്മുടെ സെറ്റിൽ വെച്ചാണ്. പിന്നെ പുള്ളി ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നോട്ടീസ് ചെയ്തത് പുള്ളിയുടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, എല്ലാം ഫോക്കസ് ചെയ്ത്. പിന്നെ ഓഡിയൻസിനെയും കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സംഭവമൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ നോക്കുന്നത് നമ്മൾ നോർമലി നോക്കുന്ന പോലെയാണ്. പുള്ളിക്ക് ഒരു ചാമുണ്ട്, ഒരു എക്സ്ട്രാ ചാമുണ്ട്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ നോർമൽ ആക്ടർ ആൻഡ് എ സ്റ്റാർ. അവർക്ക് ആ ഒരു ചാം എക്സ്ട്രാ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും സ്ക്രീനിലേക്ക്, വിച്ച് ഇസ് ഗ്രേറ്റ്. അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഐ ലൈക്ക് ഹൗ ഹി വർക്ക്സ്. സൈലന്റ് ആയിട്ട് വന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങി പോകുന്ന കുട്ടി. ജസ്റ്റ് വൺ ഫൈനൽ ക്വസ്റ്റ്യൻ. ഐശ്വര്യയുടെ ഒരു മണിരത്നം ഫാൻ മൊമെന്റ് എന്തായിരിക്കും? സിനിമയാണോ, ക്യാരക്ടേഴ്സ് ആകാം, പാട്ടുകളാകാം? എനിക്ക് ഇരുവർ ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് എവർ. പിന്നെ ഐ അഡോർ ഹിം ആസ് എ പേഴ്സൺ. ഐ റെസ്പെക്ട് ഹിം എ ലോട്ട് ആസ് എ പേഴ്സൺ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, സാറിൻ്റെ വീട്ടിലൊക്കെ മകളായിട്ട് ജനിച്ചിരുന്നു ചിലപ്പോൾ അടിപൊളിയായിരുന്നു എന്നുള്ളത്. ബിക്കോസ് ഐ വുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹിം. ആ ഒരു സംഭവം എനിക്ക് പുള്ളിയുടെ അടുത്ത് ചുമ്മാ പോയി ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. ഒന്നും സംസാരിക്കണ്ട, വെറുതെ അടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആരാധന കൊണ്ട് അങ്ങനെ തോന്നില്ലേ, ആ സംഭവമാണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് ഞാനൊരു മണിരത്നം ഫിലിമിലാണെന്ന് ഫീൽ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഡേ ഷൂട്ട് എൻ്റെ ആണ്. അപ്പം നമ്മളൊരു ട്രയൽ നോക്കുകയാണ്. ഇപ്പോൾ ബൃന്ദ മാസ്റ്റർ ഉണ്ട് ഹോട്ടലിൽ തന്നെ, റൂമിൽ താഴെ ഒരു കോൺഫറൻസ് റൂമുണ്ട്. ആ കോൺഫറൻസ് റൂമിൽ ഇതുപോലെ ഉള്ളൊരു ടേബിളിൽ ഞാൻ ഇവിടെ നിന്ന് കാല് ചവിട്ടി ഇവിടെ കയറി ഇതാണ് ബോട്ട് എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ ബൃന്ദ മാസ്റ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ബോട്ട് ഇങ്ങനെ വരും, കുറച്ച് ക്ലൗഡ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് വിഷ്വൽ കാണുന്നത്, മഴ ചാറുന്നുണ്ടാവും, ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറയാം. സർ ആ സീൻ എന്താന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. ബൃന്ദ മാസ്റ്റർ കേൾക്കുന്നുണ്ട്, ഞാൻ സൈഡിൽ നിന്ന് കരയുകയാണ്. ദൈവമേ, കരയുകയാണ് സുഹൃത്തുക്കളെ, കരയുകയാണ്. എനിക്ക് ആലോചിക്കുമ്പോൾ ഈശ്വര, ഞാൻ മണിരത്നം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സീനില് ബൃന്ദ മാസ്റ്ററിനോട് പറഞ്ഞു കൊടുക്കുക AR റഹ്മാന്റെ മ്യൂസിക്കാ വരാൻ പോകുന്നത്. ഐ കുഡന്റ് ബിലീവ് ഇറ്റ്. ആ മൊമെന്റിലായിരുന്നു എനിക്ക് മറ്റേ ഡൗൺലോഡ് ആയത് സംഭവം, ഡേറ്റ ഡൗൺലോഡ് ആയത്, ദാറ്റ് ഐ എം ബീങ് എ പാർട്ട് ഓഫ് ദിസ്. ദാറ്റ് വാസ് മറക്കാൻ പറ്റാത്ത മാതിരി. ഇവര് തിരിഞ്ഞു, ഞാൻ നിന്ന് ഭയങ്കര പൂങ്കുഴലി മേച്ചയുടെ മുകളിൽ കരഞ്ഞോണ്ട് കയറാണ്. അങ്ങനെ സോറി. ഇനിയും മികച്ച സിനിമകളും മികച്ച കഥാപാത്രങ്ങളും ഐശ്വര്യ തേടി എത്തട്ടെ. താങ്ക് യു സോ മച്ച്.